ഫ്രണ്ട്സ്. നിങ്ങളെ ഞാൻ നന്നായി ബുദ്ധിമുട്ടിച്ചല്ലേ, സോറി. അത് സാരമില്ല ജോർജ്. ഇനിമേലാൽ നീയുമായിട്ടൊരു കൂട്ടു വേണ്ടെന്ന് തീരുമാനിച്ചതാ ഞാൻ. നമ്മളും എത്രയധികം തെറ്റിലൂടെയാണ് ആദം കടന്നു വന്നിരിക്കുന്നത്. അതെ, അപ്പോൾ നമ്മളോട് മറ്റുള്ളവർ ക്ഷമിച്ചതുപോലെ നമുക്കും ജോർജിനോട് ക്ഷമിക്കാം. അതെ, എനിക്കും അതേ അഭിപ്രായമാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷമോ? ഇവൻ എന്തായി ഉദ്ദേശിക്കുന്നത്? ഏതായാലും ഒത്തിരി നന്ദി ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ അല്പം തിരക്കാം. നമുക്ക് അടുത്ത ദിവസം ഒന്നിച്ചുകൂടാം. എന്താ? അതിനെന്താ ജോർജ്, അങ്ങനെയാവട്ടെ. ബൈ. ആദം, നീ നേരത്തെ എന്താ പറഞ്ഞത്? നീ ന്യൂനപക്ഷമാണെന്നോ? അതെ, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് നമ്മളിപ്പോൾ ആരുടെയും ഭാഗം പിടിക്കാതെ നിൽക്കില്ലേ? എന്റെ കർത്താവേ, അതിന് ന്യൂനപക്ഷമെന്നല്ല പറയുന്നത്, നിഷ്പക്ഷമെന്നാ. അതിനങ്ങനെയും പറയുമോ? അതിനങ്ങനെ പറയൂ. അയ്യോ, അപ്പോൾ നാണക്കേടായല്ലേ? അതെ, വളരെ ഭംഗിയായി നാണം കെട്ടിരിക്കുന്നു. ഷോ, എന്റെ പൊന്നും കുരിശ മുത്തപ്പ. എങ്കിൽ നമുക്ക് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താം. എന്താ? അതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതല്ലായിരുന്നോ? ആ കാര്യം ഓർത്ത് തോമസ് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഞാൻ ഏറ്റു. ഓ ശരി. വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തയ്യാറാക്കണോ അതോ? അതോർത്ത് തോമസ് വിഷമിക്കണ്ട, ഞാൻ ആ ക്വസ്റ്റ്യനൊക്കെ എപ്പോഴേ തയ്യാറാക്കി കഴിഞ്ഞു. സന്തോഷം. എന്നാ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഞാനിനി അവന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അത് സാരമില്ല ആദം, അവന് മനസ്സിലായി കാണില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓ, എനിക്കിത് സ്കൂളിൽ എല്ലാവരോടും പറയാൻ കൊതിയായി. അയ്യോ, എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ചതിക്കല്ലേ റോമെക്സ്. ഇത് കേൾക്കുമ്പോ തന്നെ എല്ലാവരും ചിരിച്ച് ചിരിച്ച് ഹാർട്ട് അറ്റാച്ച് വരും. ഹാർട്ട് അറ്റാച്ചോ? ഞാൻ ഹാർട്ട് അറ്റാക്ക് എന്നാ പറഞ്ഞത്. പിന്നെ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇതും എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. ഹേ, അത് വേണ്ട. അപ്പോൾ എല്ലാം ടാലി ആയല്ലേ? കുട്ടികളെ, ഒരു വിശേഷമുണ്ട്. എന്താ ഗ്രാൻഡ്പാ? വരുന്ന ആഴ്ച പള്ളിയിൽ വെച്ച് ഒരു ബൈബിൾ ക്വിസ് സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയിൽ വെച്ചോ? അതെ, 2 പേരുള്ള ഒരു ടീമായിട്ടാണ് നമ്മൾ മത്സരത്തിനെത്തേണ്ടത്. പ്രിൻസും സ്റ്റെഫിയും. അതെന്താ, റോമക്സിന് മത്സരിക്കാൻ ഇഷ്ടമില്ലേ? പോത്തിനെ എന്ത് ഏത്തക്ക? അത് ഗ്രാൻഡ്പാ, എനിക്ക് തോന്നുന്നു ഇവർക്ക് കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന്. ആണോ? ആദത്തിനോ? ഇവര് മത്സരിക്കുന്നതായിരിക്കും ഗ്രാൻഡ്പ നല്ലത്. അല്ലാതെ ട്രോഫി വല്ലവരും കൊണ്ടുപോയിട്ട് വെറുതെ വിഷമിക്കുന്നത് എന്തിനാ? സ്റ്റെഫി, പ്രിൻസേ, നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ റെഡിയാണ് ഗ്രാൻഡ്പാ. ഗുഡ്. ഞങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാം ഗ്രാൻഡ്പാ. നീ അവരെ ട്രോഫി മേടിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അപ്പൊ ശരി കുട്ടികളെ, നിങ്ങളുടെ പേര് ഞാൻ അവിടെ കൊടുത്തോളാം. താങ്ക് യു ഗ്രാൻഡ്പാ. സിനിമാ ടിക്കറ്റ് വിൽക്കുന്ന കാര്യം ഇതെങ്ങനെ വീട്ടിലറിഞ്ഞെന്നാ ഞാൻ ആലോചിക്കുന്നത്. അധികമാരും അറിയാതെ തന്നെ ആയിരുന്നല്ലോ ഞാൻ ടിക്കറ്റ് വിറ്റത്. ഇനി ആരെങ്കിലും കണ്ടിട്ട് പറഞ്ഞു കൊടുത്തതാവുമോ? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ.
ടീച്ചറിനെ ഒന്ന് കാണട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓഹോ, അപ്പൊ ഇത് നിങ്ങളുടെ പണിയായിരുന്നല്ലേ? അങ്ങനാണെങ്കിൽ ഇവർ ടീച്ചറിനോടും പറഞ്ഞു കാണുമല്ലോ. ഈ 4 പേരും കാരണം ഞാൻ മോശക്കാരനായി. വരും, എനിക്ക് നല്ലൊരു അവസരം വരും. അന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എല്ലാത്തിനും. ഞാൻ വീട്ടിൽ നിന്ന് കേട്ട വഴക്കിനെല്ലാം പകരം ചോദിച്ചിരിക്കും. ഇത് ഈ ഫെലിക്സിന്റെ ഒരു വാശിയാ. നിങ്ങൾ നാളത്തെ മത്സരത്തിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് റോമാക്സ്. സത്യത്തിൽ ഗ്രാൻഡ്പയുടെ കഥകൾ കേട്ട് ഏകദേശം എല്ലാ ഭാഗങ്ങളും മനഃപ്പാടമാണ്. അതെ, എനിക്കും നോക്കിയപ്പോൾ നല്ല എളുപ്പം തോന്നി. എങ്ങനെയും നമുക്ക് ആ ട്രോഫി സ്വന്തമാക്കണം. എന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്ത് സഹായവും പ്രതീക്ഷിക്കാം. താങ്ക് യു റോമാക്സ്. ആദം, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ശരിയാണല്ലോ. എന്തു പറ്റി ആദം? ഓ, മമ്മി രാവിലെ തന്നെ വഴക്ക് പറഞ്ഞു. അതെന്തിന്? മമ്മിയുടെ മമ്മി ഒരാഴ്ചയായി വീട്ടിലുണ്ടല്ലോ. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചായ പതിവുണ്ട്. അതിനായി എന്നെ കഴിഞ്ഞ ദിവസം ചായ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു. ഞങ്ങളുടെ പാൽക്കാരൻ ഇന്ന് വന്നില്ല. അതുകൊണ്ട് മമ്മി പറഞ്ഞു ഇന്ന് പാൽപ്പൊടി കൊണ്ട് ചായ ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന്. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. ഞാൻ മമ്മി പറഞ്ഞതനുസരിച്ച് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒന്ന് പുറത്തു പോയി. തിരിച്ചു വന്നപ്പോൾ വേണ്ടടാ, വെട്ടടാ, കുത്തടാ എന്ന് പറഞ്ഞ് മമ്മി നിൽക്കുന്നു. അതെന്താ, നീ പാൽപ്പൊടി ഇല്ലാതെയാണോ ചായ ഉണ്ടാക്കി കൊടുത്തത്? അതോ ഇട്ടത് കുറഞ്ഞോയോ? അത് പറയൂ. അത് പാൽപ്പൊടിയെന്ന് മമ്മി പറഞ്ഞത് ഞാൻ കേട്ടപ്പോൾ പൽപ്പൊടി ആയിപ്പോയി. എടാ മഹാഭാബി. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവനൊരബദ്ധം പറ്റിയതല്ലേ എന്ന് പറഞ്ഞ് എന്റെ ഗ്രാൻഡ്മ മമ്മിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ മമ്മി കൂളായി. അപ്പോൾ ഗ്രാൻഡ്മ നോക്കിയപ്പോൾ എന്റെ കാലിൽ അല്പം അഴുക്കിരിക്കുന്നു. പിന്നെ അതേപ്പറ്റിയായി സംസാരം. അവസാനം ഗ്രാൻഡ്മ പറഞ്ഞു കാൽ മുഖം പോലെ തന്നെ പരിചരിക്കണമെന്ന്. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചുപോയി, നമ്മൾ കാലുരച്ച് കഴുകുന്ന പോലെ മുഖവും ഉരച്ച് കഴുകാറുണ്ടോ എന്ന്. പിന്നെ അമ്മയും മോളും കൂടെ എന്നെ, എന്റെ പൊന്നും കുരിശു മുത്തപ്പാ, തർക്കുത്തരം പറയാൻ പോയിട്ടല്ലേ? ദുബായിന്ന് ഡാഡി വരെ അല്ലേ വിളിച്ചത്? അതെന്തിനാ? വഴക്ക് പറയാൻ, അല്ലാതെന്താ? എന്റെ ആദം, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേൽ എന്താ ചെയ്യുക അല്ലേ? അതെ അതെ. എന്റെ ഈ ഗ്രാൻഡ്മ എന്നെ പണ്ടേ തല്ലാൻ നോക്കി വെച്ചതാണോ എന്നൊരു സംശയമുണ്ട്. അതെന്താ അങ്ങനെയൊരു സംശയം? പണ്ട് എന്റെ ഗ്രാൻഡ്മ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു. ഏതോ ഒരു കുട്ടി അപ്പോൾ ഗ്രാൻഡ്മയോട് ചോദിച്ചു നാഗാലാൻഡിന്റെ തലസ്ഥാനം ഏതാണെന്ന്. ഗ്രാൻഡ്മയ്ക്കുണ്ടോ അതറിയാവുന്നു. ഉടനെ എന്നെ ഫോണിൽ വിളിച്ചു. ഞാനാണേൽ നല്ല ഉറക്കത്തിലും. എന്നിട്ട് നീ ഉത്തരം പറഞ്ഞു കൊടുത്തോ? ഞാൻ പറഞ്ഞു കൊടുത്ത ഉത്തരം ഗ്രാൻഡ്മ അവനോട് പറഞ്ഞു. അവനാണേൽ ചിരിയോടെ ചിരി.
നാഗാലാൻഡിന്റെ തലസ്ഥാനത്തിന് നീ എന്താ പറഞ്ഞു കൊടുത്തത്? വീഗാലാൻഡ്. ഏതായാലും അതോടെ എന്റെ ഗ്രാൻഡ്മ ഫ്രീ ആയി. ആ പിള്ളേരെല്ലാം ട്യൂഷൻ നിർത്തി പോയി. മറന്നു. എന്താ പ്രിൻസ്? ഇന്നല്ലേ ഗ്രാൻഡ്പയുടെ TV പ്രോഗ്രാം? എന്ത് പ്രോഗ്രാം? അത് ചോദിച്ചിട്ട് സസ്പെൻസ് ആണെന്നാ ഗ്രാൻഡ്പ പറഞ്ഞത്. ഏത് ചാനലിലാ പ്രിൻസേ? ഷാലോമില റോമാക്സ് 4 മണിക്ക്. നമുക്ക് എന്റെ വീട്ടിലിരുന്ന് കാണാം. ഓക്കെ. നമുക്ക് എന്നാൽ ഇപ്പോൾ പിരിഞ്ഞാലോ? ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലോട്ട് വന്നാലോ? അതൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ ആദം. ശരി, വൈകുന്നേരത്തെ പ്രോഗ്രാമിന് എന്നെ കണ്ടില്ലേൽ ഒന്നങ്ങോട്ട് വന്നേക്കണേ. ഞാൻ എന്നാ സ്റ്റുഡിയോയിലോട്ട് ചെല്ലട്ടെ. അവൻ അവിടെ റെഡിയായി കാണും. കാണാൻ മറക്കരുത് കേട്ടോ. ഇല്ലില്ല. പിന്നെ പ്രോഗ്രാം കാണാൻ കറണ്ട് സമ്മതിക്കുമോന്നാ സംശയം. ആ ശരിയാ, കറണ്ട് വന്നും പോയുമല്ലേ നിൽക്കുന്നത്. ഏതായാലും പോയിട്ട് വാ. ശരി. ആദം, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നീ കാരണം എനിക്ക് എന്റെ വീട്ടിൽ നിന്നും വഴക്ക് കിട്ടി. ഞാൻ കാരണമോ? നീയല്ലേ ഞാൻ ടിക്കറ്റ് വെക്കുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞത്? ഞാനോ? ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. അല്ല, നീ തന്നെയാണ്. നീ ഒന്ന് പോയേടാ ഫെലിക്സേ. ഞാൻ ഒപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് എനിക്ക് തന്നെ എന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാ. അപ്പോഴാ അവന്റെ ഒരു അവൻ ഒത്തിരി വിഷമിച്ചാണല്ലോ സംസാരിച്ചത്. ചെയ്യാനാ? എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെ ശരിയാവാനാണ്? എനിക്ക് 2 കൈയല്ലേ ആകെയുള്ളൂ. ഡാഡിയോട് വിളിച്ച് പറഞ്ഞു പോയി വീട്ടിൽ സഹായിച്ചോളാമെന്ന്. ആദം, നീ ലേറ്റ് ആയിട്ടൊന്നും ഇല്ല. റൈറ്റ് ടൈമാ. 4 ആകുന്നതേ ഉള്ളൂ. ആണോ? എന്നാ വാ പോകാം. റോമെക്സ് അവിടെ വന്നു കാണുമല്ലോ. അവന്റെ കാര്യമാ, വന്നാ വന്നെന്ന് പറയാം. ശരിയാ. ഞാൻ കുറച്ചു നേരം മുമ്പ് നമ്മുടെ ഫെലിക്സിനെ കണ്ടായിരുന്നു. എന്തു പറഞ്ഞു? അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയില്ല. അവനെ പറ്റി ഒന്ന് അന്വേഷിക്കണം. എന്തൊക്കെയോ ഒരു നിഗൂഢത പോലെ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. നേരത്തേക്ക് കറണ്ട് പോകാതിരുന്നാ മതിയായിരുന്നു. ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ആധുനിക ജീവിതത്തിൽ ബൈബിൾ കഥകളുടെ പ്രസക്തിയെ പറ്റിയാണ്.
വിശ്വാസങ്ങൾ കാറ്റിൽ പറക്കുന്ന അല്ലെങ്കിൽ പറത്തുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു തലമുറ ഉയരേണ്ടതിന്റെ ആവശ്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കേവർക്കും ഒരു ബൈബിൾ കഥയിലൂടെ തന്നെ ഈ പ്രോഗ്രാം ആരംഭിക്കാം. ഒരിക്കൽ യേശുദേവനും ശിഷ്യരും നായിൻ എന്ന പട്ടണത്തിലേക്ക് യാത്രയായി. അവർ നടന്നു നടന്ന് നഗരകവാടത്തിനരികിലെത്തി. അപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. അതൊരു വിധവയുടെ ഏകപുത്രനാണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചു. അവളെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് മുന്നോട്ട് നടന്ന് ആ ശവമഞ്ചത്തിൽ സ്പർശിച്ചു. അതിനുശേഷം മൃതദേഹത്തിനോടായി പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോടായി പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കുവാൻ തുടങ്ങി. യേശു അവനെ അമ്മയെ ഏൽപ്പിച്ചു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യഹൂദിയ മുഴുവനും പരിസരങ്ങളിലും പരന്നു. കറണ്ട് പോയി. ഗുണപാഠം കേൾക്കാൻ സാധിച്ചില്ല. അത് ഗ്രാൻഡ്പാ വരുമ്പോ നമുക്ക് നേരിട്ട് ചോദിക്കാം. എന്താ? പക്ഷേ ഗ്രാൻഡ്പാ ഇന്ന് താമസിച്ചേ വരുള്ളൂലോ മക്കളെ. എന്നാൽ പിന്നെ നാളെ ക്വിസ് മത്സരം കഴിഞ്ഞിട്ട് ചോദിക്കാം, അല്ലേ? അതെ, ഇനി അപ്പോഴേ എല്ലാവരും ഫ്രീ ആവുകയുള്ളൂ. എന്നാ നമുക്ക് ഇന്നത്തേക്ക് പിരിഞ്ഞാലോ? മത്സരത്തിന്റെ അവസാന ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെയുള്ള പോയിന്റ് നില അനുസരിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവർ വിജയിക്കുന്നതായിരിക്കും. ചോദ്യം ഇതാണ്: പുറപ്പാട് എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? പറയൂ. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോചിതരായി കാനാൻ ദേശം ലക്ഷ്യമാക്കി പുറപ്പെട്ട ഇസ്രായേൽ ജനതയുടെ ചരിത്രമാണ് പുറപ്പാട് എന്ന പദം സൂചിപ്പിക്കുന്നത്. വളരെ കറക്റ്റാണ്. ഇന്നിവിടെ നടത്തിയ ബൈബിൾ ക്വിസ് കോൺടെസ്റ്റിൽ പ്രിൻസിന്റെയും സ്റ്റെഫിയുടെയും ടീം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ക്യാഷ് പ്രൈസ് ഏകദേശം 2000 രൂപ ഉണ്ടായിരുന്നു, അല്ലേ? അതെ ഗ്രാൻഡ്പാ. ആ പൈസ കൊണ്ട് നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ആ ക്യാഷ് ഞങ്ങളുടെ ഒരു കൂട്ടുകാരന് കൊടുത്തു ഗ്രാൻഡ്പാ.
ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ഫെലിക്സിന്. ഏത്? ആ സിനിമ ടിക്കറ്റ്? നിങ്ങളെ പറ്റിക്കാൻ നോക്കി അവനെ നിങ്ങൾ പേടിപ്പിച്ചു വിട്ടെന്നല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഗ്രാൻഡ്പാ, ഞാൻ അവനെ പറ്റി അന്വേഷിച്ചായിരുന്നു. അവന് അച്ഛനില്ല, അമ്മയ്ക്കാണ് എന്നും അസുഖം. അനിയൻ ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാ പഠിക്കുന്നത്. അവന്റെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ. ഞങ്ങൾ ആ ക്യാഷ് കൊടുത്തപ്പോൾ അവനൊരു വാക്കുപോലും പറയാതെ നിറഞ്ഞ കണ്ണോടെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു ഗ്രാൻഡ്പാ. പാവം. മക്കളെ, വളരെ നന്നായി. നിങ്ങൾ ചോദിച്ചില്ലേ കഴിഞ്ഞ ദിവസം ടിവിയിൽ നടന്ന പ്രോഗ്രാമിൽ പറഞ്ഞ കഥയുടെ പൊരുൾ എന്താണെന്ന്? ഇനി ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അന്ന് ആ വിധവയായ അമ്മയ്ക്ക് മുമ്പാകെ യേശുദേവൻ പ്രവർത്തിച്ചതുപോലെയാണ് നിങ്ങളും ഫെലിക്സിന് മുമ്പിൽ പ്രവർത്തിച്ചത്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് കാര്യങ്ങൾ നടത്തുന്നവർക്ക് എന്നും അവന്റെ പരിഗണനയുണ്ടാവും. നിങ്ങളെപ്പറ്റി ഞാൻ അഭിമാനിക്കുന്നു കുട്ടികളെ, അഭിമാനിക്കുന്നു. Prince and